കോൺവോ ഹെൽത്ത്. ഞാൻ ഡോക്ടർ ജിംറീസ് സാദിഖ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം സന്ധിവാതത്തെക്കുറിച്ചാണ്. സന്ധിവാതത്തെക്കുറിച്ച് പറയുമ്പോൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് നീ, മുട്ടിന് ബാധിക്കുന്ന സന്ധിവാതം. അത് പ്രധാനമായും നമുക്ക് തേയ്മാനം മൂലമുണ്ടാകുന്ന മുട്ടിനുണ്ടാകുന്ന കാൽമുട്ടിനുണ്ടാകുന്ന തേയ്മാനമാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാരണം. മറ്റ് പല കാരണങ്ങളുണ്ട്. വീഴ്ച പറ്റിയുണ്ടാകുന്ന ലിഗമെൻറ്റ്സ് ഡാമേജ്, അല്ലെങ്കിൽ കാർട്ടിലേജസിൻ്റെ ഡാമേജ്, ഇതൊക്കെ തന്നെ മുട്ടുവേദന ഉണ്ടാക്കാം. മുട്ടുവേദന ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ വേദനയുടെ കൂടെ സ്വെല്ലിംഗ് ഉണ്ടോ, റെഡ്നെസ് ഉണ്ടോ, ചുവന്ന് തുടുത്ത് ഉണ്ടോ, അതുപോലെ തന്നെ വീക്ക്, നല്ല തുടുത്ത് വീക്ക് ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം രോഗത്തെ ചികിത്സ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് സന്ധിവാതത്തിൽ പ്രധാനമായും ഒരു ഏജ്, ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ മിക്കവരിലും ഈ മുട്ടുവേദന വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, നമ്മൾ അമിത വ്യായാമം, ഫുട്ബോൾ പോലത്തെ കളിക്കുന്ന ആൾക്കാർ, മറ്റേ കംപ്ലീറ്റ് ഓവർ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, ഇവരിലും പെട്ടെന്ന് മുട്ടുവേദന, അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ മുട്ടുവേദന പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ഈ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും തന്നെ നടക്കുന്ന നേരത്തെ അവരുടെ നോർമൽ ലൈഫ് വല്ലാതെ ബാധിക്കും. അതായത് സ്റ്റെപ്പ് കയറാനും സ്റ്റെപ്പ് ഇറങ്ങാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ എഴുന്നേറ്റ് ചലിക്കാൻ തുടങ്ങുമ്പോൾ വേദന ഉണ്ടാവും. അപ്പം ഇതിനൊക്കെ ഹോമിയോപ്പതിയിൽ വളരെ നല്ല പ്രതിവിധിയുണ്ട്. സാധാരണ പറഞ്ഞ പോലെ തന്നെ മുട്ടുവേദന ഹോമിയോപ്പതിയെ ചികിത്സിക്കുമ്പോൾ മനുഷ്യനായി കണ്ട്, വ്യക്തിയായി കണ്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുപോകണം ഹോമിയോപ്പതി ഒരു മരുന്നിലേക്ക് എത്താം. കാരണം നമുക്ക് ഒരു മുട്ടുവേദനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ മരുന്നിനേക്കാൾ ഉപരി ഇന്ന വ്യക്തിക്ക് ഇന്ന മരുന്ന് എന്ന ഒരു കാഴ്ചപ്പാടാണ് ഹോമിയോപ്പതിയിലുള്ളത്. അപ്പോൾ സർവ്വസാധാരണമായിട്ടും ഈ മുട്ടുവേദനയായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ അപ്രോച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് രോഗനിർണയം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രോഗിയെ മനസ്സിലാക്കിയിട്ട് മരുന്ന് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തേയ്മാനാണോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ. ബ്ലഡ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും വേറെ മറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടോ, അത് എന്താ കാരണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാദമാണ് ഗൗട്ട്. നമ്മൾ യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് നോർമലിൽ കൂടുതലാകുന്ന അവസ്ഥയിലാണ് ഈ ഗൗട്ട് എന്ന് പറയുന്ന ലക്ഷണം വരിക. നമ്മളത് പ്രധാനമായും ഗൗട്ട് നമ്മുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ സൈഡിലാണ് ആ വേദന വരിക. അത് പെട്ടെന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഉറങ്ങാൻ പോകും. പക്ഷെ പാതിരാക്ക് പെട്ടെന്ന് വേദന കൊണ്ട് ഉണർന്നെഴുന്നേറ്റ് ആ രാത്രി കാലരാത്രിയായി മാറുന്നൊരവസ്ഥ ഉണ്ടാവും. വേദന സഹിച്ചിട്ട് അവർക്ക് ഉറക്കാൻ പറ്റാത്ത, അതാ ഗൗട്ടിൻ്റെ പ്രത്യേകത. ഈ ഗൗട്ടിനും തന്നെ ഹോമിയോപ്പതിയിൽ വളരെ നല്ല ചികിത്സ ഹോമിയോപ്പതിയിൽ ഉണ്ട്. യൂറിക് ആസിഡിൻ്റെ അളവ്, പിന്നെ വേറൊന്ന്, യൂറിക് ആസിഡ് അളവില്ലാതെ തന്നെ ഈ വേദന വരാം. പക്ഷേ ഗൗട്ടുള്ള എല്ലാവർക്കും തന്നെ യൂറിക് ആസിഡ് വർദ്ധിച്ചിട്ട് കാണാൻ പറ്റും. അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരിൽ, അമിതമായ റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ ആണ് മെയിനായിട്ട് ഗൗട്ട് കണ്ടുവരുന്നത്. ഇതിനും തന്നെ ഹോമിയോപ്പതിയിൽ വളരെ വളരെ എഫക്റ്റീവായ ചികിത്സയാണ് ഉള്ളത്. ചികിത്സൻ്റെ അപ്രോച്ച്, ചികിത്സൻ്റെ കാര്യങ്ങൾ എല്ലാം ഒരുപോലെയാണ്. ഏത് രോഗത്തിനും ഹോമിയോപ്പതി ചികിത്സിക്കുന്ന പാറ്റേൺ ഉപയോഗിക്കുന്നത് ആ രോഗിയെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഹോമിയോപ്പതി ചികിത്സ നടത്തുന്നത്. ഇത് ഓരോ വ്യക്തിയെ മനസ്സിലാക്കി എടുത്ത് ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് വളരെ പരിപൂർണമായി മാറുന്നതായിരിക്കും. മറ്റൊരു വാദത്തിൽ സങ്കീർണമായൊരു വാദമാണ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതൊരു പാരമ്പര്യമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ്. നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാറ്റഗറിയിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. എല്ലാ സന്ധികളിലും, കാരണം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് സന്ധികളിലും അത് ബാധിക്കാം. സന്ധികൾ മാത്രമല്ല, പിന്നീട് കണ്ണിനും സ്കിന്നിനും മറ്റെല്ലാതൊക്കെ തന്നെ ബാധിച്ചുകൊണ്ട് വളരെ സങ്കീർണമായി ഇത് മാറാം. അത് ഡിഫോമിറ്റി, സ്ട്രക്ചറൽ ഡിഫോമിറ്റി വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനും തന്നെ നമ്മൾ ആ രോഗിയെ മനസ്സിലാക്കി, പൂർവ്വചരിത്രം മനസ്സിലാക്കി, കുടുംബചരിത്രം മനസ്സിലാക്കി, അമ്മയുടെ പ്രസവത്തിലെ കാലഘട്ടത്തിലുണ്ടാവുന്ന മനസ്സിലാക്കി, വികാരം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇതിനെടുക്കുക. കാരണം ഇത് പാരമ്പര്യം ആയതുകൊണ്ട് തന്നെ, ഇതൊരു പാരമ്പര്യ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എടുക്കുമ്പോൾ ആ പൂർവ്വചരിത്രം പൂർണ്ണമായിട്ടും ഫാമിലി ഹിസ്റ്ററി പോലും കംപ്ലീറ്റ് നമുക്ക് അനിവാര്യമായ ഘടകമാണ്. ഇതും ഹോമിയോപ്പതിയിൽ വളരെ ആശ്വാസം കിട്ടുന്ന, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിനും ഹോമിയോപ്പതിയിൽ വളരെ ആശ്വാസം കിട്ടുന്നതാണ്.